നമ്മൾ ഇന്ന് ആഹ്, ഇവിടെ നോക്കണത് എന്ന് വെച്ചാൽ റെസ്പെറി പൈ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇപ്പം പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതില് ഈ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് അതിലെ ഫസ്റ്റ് കാര്യം തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് സെലക്ട് ചെയ്യുന്ന SD കാർഡാണ്. ശരിക്കും പറഞ്ഞാൽ ഈ SD കാർഡ് ഒരു OS റൺ ആവാൻ വേണ്ടി നിർമ്മിച്ച സാധനമല്ല. അതായത് കണ്ടിന്യൂസ് ആയിട്ട് റീഡിങ്ങും റൈറ്റിങ്ങും വരുമ്പോൾ അതിൽ പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ തന്നെ നമ്മൾ അതുപോലെ തന്നെ ഈ പർച്ചേസ് ചെയ്യുമ്പം ഏറ്റവും റേറ്റ് കുറഞ്ഞ SD കാർഡുകൾ പർച്ചേസ് ചെയ്യുമ്പം അത് പെട്ടെന്ന് ഡാമേജ് ആവാനോ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് റെസ്പെറി പൈല് വർക്ക് ചെയ്യാതെ വരാനോ കാരണമാവും, അല്ലെങ്കിൽ അതിന്റെ ബൂട്ടിങ്ങിനെ വരെ അഫക്ട് ചെയ്യും. അപ്പൊ അതിനെ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതായത് ക്വാളിറ്റി കുറഞ്ഞ ചീപ്പായിട്ട് കിട്ടുന്നത് മെമ്മറി കാർഡുകൾ യൂസ് ചെയ്യാതിരിക്കുക. അതാണ് അതിനകത്തൊരു നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഒരു റെസ്പെറി പൈയിൽ നമ്മളൊരു കാർഡ് നമ്മൾ OS ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ കാർഡ് ചീപ്പായിട്ടുള്ള കാർഡാണെങ്കിൽ നമുക്ക് ഈ OS അതിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ശരിക്കും ഇതൊരു OS വേണ്ടിയിട്ടുള്ള OS റൺ ആവാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിനുള്ള സാധനമല്ല ഈ SD കാർഡ് എന്ന് പറയുന്ന ഐറ്റം. ഇത് നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് റീഡും റൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ക്രാഷ് ആവാനുള്ള അല്ലെങ്കിൽ ഇതിന്റെ എറർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇത് റിക്കവർ ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ക്രാഷ് ആയിട്ട്. അപ്പൊ അത് നമുക്കതിന് റെസ്പെറി പൈയുടെ OS തന്നെ അതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, ഓവർലി എന്ന് പറയും. അതായത് ഈ നമ്മുടെ OS-ന്റെ അതായത് ഈ മെമ്മറി കാർഡ് റീഡ് ഓൺലി ഫയൽ സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മൾ റാമിൽ കൊണ്ടുവന്ന് റാമിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള റീഡിങ് റൈറ്റിംഗ് നടക്കും. അപ്പൊ ഈ മെമ്മറി കാർഡ് ഇവിടെ ആക്ച്വലി റീഡ് ഓൺലി ആയിട്ട് നിൽക്കും. ചില കേസുകളിൽ മാത്രം നമ്മൾ അത് സ്പെഷ്യൽ പെർമിഷന്റെ ഇതിൽ മാത്രം നമ്മൾ അതിനകത്തോട്ട് റൈറ്റ് ചെയ്യും. അല്ലാതെ എല്ലാം ഇതിൽ റാമിൽ നിന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഓവർലി ഫംഗ്ഷൻ അതിനകത്തുണ്ട്. അത് പലരും അത് എനേബിൾ ചെയ്യാറില്ല. അപ്പം നമ്മളിപ്പം ഒരു എന്താ പറയണേ, പലരും അറിയാം ഒളിമിയ പോലുള്ള നമ്മൾ മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഇതുപോലെ ഓവർലി ഫംഗ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. പക്ഷെ റെസ്പെറി നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവരുടെ തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് തന്നെ ഉള്ള സെറ്റിംഗ്സിൽ നമുക്ക് അത് എനേബിൾ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെമ്മറി കാർഡ് യൂസ് ചെയ്യുമ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ള മെമ്മറി കാർഡുകൾ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ അത് ഫെയിലിയർ ആവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളത് പ്രോപ്പറായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാതെ ഡയറക്റ്റ് പവർ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുകയോ. സഫീഷ്യന്റ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ലോ പവർ ഡിറ്റക്ട് ചെയ്യാൻ പാടില്ല. അതും ഈ പറയുന്ന മെമ്മറി കാർഡിന്റെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസസ് കൂടുതലാണ്, ക്രാഷ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അത് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള SMBS, അതുപോലെ തന്നെ പവർ സപ്ലൈ, അത് കൂടാതെ വേണ്ടുന്ന കാര്യമാണ് ഇതിന്റെ പവർ കേബിള്. നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന റേറ്റ് കുറഞ്ഞ കേബിളുകൾ, അതായത് ഒരു എന്താ പറയുക ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ മാക്സിമം പവർ ഡെലിവറി ആംബിയർ സപ്പോർട്ട് ചെയ്യാത്ത കേബിളുകൾ നമ്മൾ വാങ്ങി അത് കണക്ട് ചെയ്തുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫെയിലിയർ ആവാനായിട്ട് ചാൻസസ് കൂടുതലാണ്, ക്രാഷ് ആവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. പിന്നൊരു നമ്മളൊരു എല്ലാവരും നിസ്സാരമായിട്ട് കളയുന്ന ഒരു കാര്യമാണ് നമ്മൾ റെസ്പെറി പൈല് അതിൽ ഡിഫോൾട്ട് ആയിട്ട്, അതായത് ചെറിയ പർപ്പസിനൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഹീറ്റ് സിങ്ക് വേണമെന്നില്ല. പക്ഷെ അതിനെ നമ്മൾ മാക്സിമം അതിന്റെ പെർഫോമൻസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അതിന് ഹീറ്റ് സിങ്ക് അല്ലെങ്കിൽ കൂളിംഗ് ഫെസിലിറ്റി അതിന് പ്രൊവൈഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിന്റെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യും, അത് സ്ലോ ആവും. അപ്പം നമ്മളത് മാക്സിമം അതിന്റെ നല്ല പറയുന്ന കേട്ടിട്ടുണ്ട്, സ്ലോ ആയിട്ട് വർക്ക് ചെയ്യും. സ്ലോ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ തന്നെ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യും, അതിന്റെ പെർഫോമൻസ് കുറച്ചത് ബാലൻസ് ചെയ്യാൻ നോക്കും. ഇനി അതിലും പറ്റാതെ വരുമ്പോഴത്തേക്ക് അത് തെർമൽ ഷട്ട് ഡൗൺ എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് പോകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിൽ വരും. അപ്പൊ അതിനാണ് നമ്മൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം. ഇന്നിപ്പോ നമുക്ക് ഒരു
അപ്പം ഇത് ഓൾറെഡി ഇതിപ്പോൾ അതിനകത്തൊരു റെസ്പെറി ഫയലിൽ നമ്മളൊരു വോളിമിയ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പം നമുക്ക് ആ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ളത് നോക്കാം. അപ്പം നമുക്ക് നോർമൽ ഇപ്പോൾ ഇതിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസ് പി സിയിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ കാണിക്കില്ല മെമ്മറി കാർഡ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ടീഷൻ ടൂള് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക് പാർട്ട് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കമാൻഡ് ലൈനിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി കമാൻഡ് ലൈനിൽ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലെ പാർട്ടീഷൻ ടൂൾസ് യൂസ് ചെയ്യാം. ഇവിടെ നമ്മുടെ മെമ്മറി കാർഡ് ഇതിൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് പാർട്ടീഷൻ ടൂളിൽ. അപ്പൊ ഇത് ആക്ച്വലി ലിനക്സ് ആയതുകൊണ്ട് തന്നെ ഇതിലത് ഡിറ്റക്ട് ചെയ്യില്ല. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, ഇതിനെ ആദ്യം ഫോർമാറ്റ് ചെയ്യണം. ഇതൊരു ഫ്രീ ആയിട്ടുള്ളൊരു ടൂളാണ്, മിനി ടൂൾ പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ട്, വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മെമ്മറി കാർഡോ ഹാർഡ് ഡിസ്കോ SSD ഒക്കെ നമുക്ക് ഇതുപോലെ ഫോർമാറ്റ് ചെയ്യാനും യൂസ് ചെയ്യാം. ചില സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ഫോർമാറ്റ് വർക്ക് ചെയ്യില്ല, അതിനകത്ത് എറർ വന്നിട്ട് ക്രാഷ് ആവും. അപ്പോൾ ആ ടൈമിലൊന്നും അത് ഫോർമാറ്റ് ആവാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. ആ ടൈമിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഫോർമാറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് FAT32 തന്നെ ഈ ഇതിൽ നമ്മൾ ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമുക്ക് OS ചെയ്യുമ്പോഴത്തേക്ക് പ്രോബ്ലംസ് വരും. Got issues in my head. I like you in my bed, but you keep me on red. Oh, everything is like a test. I better not text or I'll come off desperate. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares, standing right there. But if I lay down and I play dead, നമ്മളുടെ കാർഡ് റീഡ് ചെയ്ത് ഇനി നമുക്ക് വോളിമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ഡൗൺലോഡ് ചെയ്യും. I'm the one who's always sorry, the conclusion. Even though I offer all of the solutions, I wish you loved me like I love you, it's stupid. When I'm alone with you, I never feel lucid. I wish I wasn't struck by Cupid. I wish when I first saw you, I knew this. When I'm with you, I feel so useless. I feel diluted, my heart's been wounded. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palm. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed. ഇപ്പം നമുക്ക് 3.695 ആണ് ലേറ്റസ്റ്റ് വെർഷൻ. 28/5/2026 റിലീസായ ലേറ്റസ്റ്റ് വെർഷനാണ്. ഓക്കെ, അപ്പം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഇച്ചർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഫയല് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആ ഫയല്
സെലക്ട് ചെയ്യുക, ടാർഗറ്റ് സെലക്ട് ചെയ്തു, ഫ്ലാഷ്. ഇതൊരു കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇത് ഞാനിതിലിപ്പം കൂടുതൽ യൂസ് ചെയ്യുന്ന സാംസങ്ങിന്റെ കാർഡ് ഒക്കെയാണ് നല്ല കാർഡുകൾ, നല്ല കൂടിയ കാർഡുകൾ. നമ്മളല്ലാതെ ഈ സാൻഡിസ്കിന്റെ പോലുള്ള കാർഡുകളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ, ചീപ്പ് റേറ്റിൽ കിട്ടുന്ന കാർഡുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് നമുക്കത് ബൂട്ടിങ് ഇഷ്യൂസ് വരും. കാരണം ഇത് അതിന് മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാണ്. കാരണം ഇത് ഈ മെമ്മറി കാർഡുകൾ കൂടുതലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റീഡ് റൈറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആയി പോകും. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് SSD. പക്ഷെ SSDയുടെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അത് കോസ്റ്റ് കൂടുതലാണ്, രണ്ട് നമുക്ക് പെർഫോമൻസ് കൂടും. കാരണം ഈ മെമ്മറി കാർഡിൽ നിന്ന് കിട്ടിയതിനെക്കാട്ടിലും നല്ല ഫാസ്റ്റ് ആയിട്ട് SSD ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പം നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിങ് ഒക്കെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീഡ് റൈറ്റിംഗ് നടക്കും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. നമ്മളിത് ഫ്ലാഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിതുപോലെ ഇപ്പം മ്യൂസിക് സിസ്റ്റത്തിനൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അത്രയും എക്സ്പെൻസ് ചിലവാക്കേണ്ട കാര്യമില്ല. ഒരു 1000-1500 കൊടുത്ത് നല്ലൊരു മെമ്മറി കാർഡ്, ക്വാളിറ്റി ഉള്ള ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ട്, അതായത് നമുക്ക് ട്രാൻസ്ഫർ റേറ്റ് ഒക്കെ നല്ല രീതിയിൽ ഉള്ള മെമ്മറി കാർഡ് വാങ്ങി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അത് പറ്റുമെങ്കിൽ ഞാൻ ഇതിനകത്ത് ഒളിമയിലോ ഡിഫാൾട്ടായിട്ട് ഈ പറയുന്ന ഫീച്ചർ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. കാരണം ഈ ഓവർലീഫ് ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതല്ലെങ്കിൽ അത് എനേബിൾ ചെയ്യാനുള്ള മെത്തേഡ്സ് നോക്കണം. അത് ഞാൻ ഫ്യൂച്ചറിൽ അത് ട്രൈ ചെയ്ത് നോക്കാം.